ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഈ സർക്കാർ ബോധപൂർവം സൃഷ്ടിച്ചതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.എം. സലീം. കൃത്യതയോടെയുള്ള ചട്ടങ്ങളും നിയമങ്ങളും രൂപീകരിച്ച് ഇപ്പോഴും നിയമനിർമ്മാണം ജില്ലയിലെ ജനങ്ങൾക്ക് ഗുണപ്രദമായി നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. സർക്കാർ കർഷകർക്കും കുടിയേറ്റക്കാർക്കും പട്ടയം നൽകുന്നതിനും എതിരാണ്. UDF അധികാരത്തിൽ വന്നാൽ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സമഗ്രമായ നിയമനിർമ്മാണവും നിയമഭേദഗതിയും കൊണ്ടുവന്ന് ഇടുക്കിയിലെ കർഷകർക്ക് സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം മീഡിയ നെറ്റിനോട് പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സർക്കാർ ബോധപൂർവം സൃഷ്ടിച്ചതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.എം. സലീം ആരോപിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ വിവാദങ്ങൾ ഉയർന്നു വന്നതാണ്. നിർമ്മാണ നിരോധനം ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായി കൊണ്ടുവന്നപ്പോൾ സർക്കാർ സർവകക്ഷിയോഗം വിളിക്കുകയും ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. സർവകക്ഷിയോഗത്തിൽ ഇവ പിൻവലിക്കണമെന്ന് ആവശ്യവുമുയർന്നു. 1964 ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യണമെന്നും ആവശ്യപ്പെട്ടതാണ്. മാറ്റം വരുത്തുമെന്ന് ഒന്നാം പിണറായി സർക്കാർ സമ്മതിച്ചുവെങ്കിലും പിന്നീട് നാളിതുവരെയായും തുടർ നടപടി വൈകുകയാണെന്നും ടി.എം. സലീം ആരോപിച്ചു. ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ബോധപൂർവം ഈ ഗവൺമെൻറ് സൃഷ്ടിച്ചെടുക്കപ്പെട്ട പിണറായി ഗവൺമെൻറ്റിന് 1ഉം 2ഉം സർക്കാരുകളുടെ സൃഷ്ടിയാണ്. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഈ വിവാദങ്ങൾ ഉയർന്നു വന്നതാണ്. നിർമ്മാണ നിരോധനം പോലുള്ള കാര്യങ്ങൾ ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായി കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ ജില്ലയിലെ രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം ഇതിനെതിരെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ബാനറിൽ പ്രതിഷേധിക്കുകയും UDF നിയമസഭയിൽ ഇത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിൽ വളരെ ഗൗരവത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടു. ഇത് കേരളത്തിലാകെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നായി മാറും. അതുകൊണ്ട് ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. അത് പിൻവലിക്കണമെങ്കിൽ നമ്മുടെ 1964 ഭൂമി പതിവ് ചട്ടം ഭേദഗതി ചെയ്യണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. വളരെ അടിയന്തരമായി അത് പരിഗണിക്കാമെന്നും അങ്ങനെ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ടും നിർമ്മാണ നിരോധനത്തിൽ നിന്നും ഇവിടുത്തെ കർഷകർക്ക് മോചനം കൊടുക്കാമെന്നും ഒന്നാം പിണറായി ഗവൺമെൻറ്റിൽ തന്നെ മുഖ്യമന്ത്രി സമ്മതിച്ചതാണ്. ഇതേ തുടർന്ന് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഭൂപതിവ് ചട്ടഭേദഗതി വരുത്തിയത്. നിയമസഭയിൽ ഇവ പാസാക്കി. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പേരിൽ അത് തടഞ്ഞുവെക്കപ്പെട്ടു. കൃത്യതയോടെ ചട്ടങ്ങളും നിയമങ്ങളും രൂപീകരിച്ച് ഇപ്പോഴും നിയമനിർമ്മാണം ജില്ലയിലെ ജനങ്ങൾക്ക് ഗുണപ്രദമായി നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായും ടി.എം. സലീം പറഞ്ഞു. കൃത്യതയോടെ ചട്ടങ്ങളും റൂളുകളും രൂപീകരിച്ച് ഇപ്പോഴും ആ നിയമനിർമ്മാണം ജില്ലയിലെ ജനങ്ങൾക്ക് ഗുണപ്രദമായ നിലയിൽ നടപ്പാക്കുന്ന രംഗത്ത് ഈ സർക്കാർ പരാജയപ്പെട്ടു. ഇതിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. തുടർന്ന് ഇങ്ങോട്ടുള്ള ഓരോ സംഭവ വികാസങ്ങളും ഈ മലയോര മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നതും ബുദ്ധിമുട്ടിലാക്കുന്നതുമാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഈ ജില്ലയിലെ ജനങ്ങളോട്, മലയോര മേഖലയിലെ ജനങ്ങളോട് ഇടതുമുന്നണി ഗവൺമെൻറ് നീതി ചെയ്തിട്ടില്ല. അവരെന്നും കർഷകർക്കെതിരായിരുന്നു, കുടിയേറ്റക്കാർക്കെതിരായിരുന്നു, പട്ടയം ലഭിക്കുന്ന ജനങ്ങൾക്കെതിരായിരുന്നു. തുടർന്നുള്ള ഓരോ സംഭവവികാസങ്ങളും മലയോര ജനതയെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇടതുമുന്നണി ഗവൺമെന്റ് നീതി നടപ്പിലാക്കിയിട്ടില്ല. കർഷകർക്കും കുടിയേറ്റക്കാർക്കും പട്ടയം നൽകുന്നതിലും സർക്കാർ എതിരാണ്. കേരളത്തിലെ ജനങ്ങൾ ഇവ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ജില്ലയിലെമ്പാടും ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ ഇനിയും UDF അതിശക്തമായി മുന്നോട്ട് പോയി പ്രക്ഷോഭം കൊണ്ടുവരും. UDF അധികാരത്തിൽ വന്നാൽ ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് മൊത്തം പരിഹാരം കാണുന്ന നിലയിലുള്ള സമഗ്രമായ നിയമനിർമ്മാണങ്ങളും നിയമ ഭേദഗതികളും കൊണ്ടുവന്ന് ഇടുക്കിയിലെ കർഷക ജനതയെ സംരക്ഷിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി മുന്നിലുണ്ടാവും. UDF അധികാരത്തിൽ വന്നാൽ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സമഗ്രമായ നിയമനിർമ്മാണങ്ങളും നിയമഭേദഗതിയും കൊണ്ടുവന്ന് ഇടുക്കിയിലെ കർഷകർക്ക് സംരക്ഷണം നൽകുമെന്നും ടി.എം. സലീം അടിമാലിയിൽ മീഡിയ നെറ്റിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.